പഞ്ചായത്തിന്റെ ഫുട്ബോൾ മൈതാനത്തിനു വേണ്ടി സൗജന്യമായി ഭൂമി നൽകി പുലിവാൽ പിടിച്ചെടുക്കുകയാണ് വയനാട് വൈത്തിരിയിലെ ഉസ്മാൻ മദാരി. സ്വന്തമായി ഉണ്ടായിരുന്ന 20 സെന്റിന് പുറമെ വിലയ്ക്ക് വാങ്ങിയ 15 സെന്റും ഉസ്മാൻ സ്റ്റേഡിയത്തിന് വിട്ടു നൽകി. എന്നാൽ ഈ സ്ഥലത്ത് മണ്ണിട്ട് നികത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഉസ്മാന് പഞ്ചായത്തിന്റെ നോട്ടീസ് ലഭിച്ചു. വൈത്തിരിയിൽ നേരത്തെ ഉണ്ടായിരുന്ന മിനി സ്റ്റേഡിയത്തിന് വലുപ്പം തീരെ കുറവായിരുന്നു. സെവൻസ് ഫുട്ബോളിന് പോലും ഈ മൈതാനം പ്രയോജനപ്പെട്ടിരുന്നില്ല. ഇതോടെയാണ് ഗ്രൗണ്ടിന്റെ വലുപ്പം കൂട്ടാൻ വൈത്തിരിയിലെ സംരംഭകനായ ഉസ്മാൻ മദാരി സ്വന്തം ഉടമസ്ഥതയിലുള്ള 20 സെന്റ് സ്ഥലം വിട്ടു നൽകാൻ തീരുമാനിച്ചത്. അതും മതിയാകില്ലെന്ന് വന്നപ്പോൾ സമീപത്തെ 15 സെന്റ് കൂടി വിലയ്ക്ക് വാങ്ങി നൽകി. പഞ്ചായത്ത് ഭരണസമിതി ഉസ്മാന്റെ നടപടിയെ പ്രശംസിക്കുകയും ചെയ്തു. നാട്ടുകാർ ചേർന്ന് സ്ഥലം മണ്ണിട്ട് നികത്തി ഫുട്ബോൾ ടൂർണമെന്റ് അടക്കം നടത്തി. എന്നാൽ നെൽവയൽ മണ്ണിട്ട് നികത്തി എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഉസ്മാൻ മദാരിക്ക് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചു. ഇത് അന്വേഷിച്ച് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെതിരെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ മണ്ണിട്ടതിന് പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ പേരിലുള്ള സ്ഥലത്തിൽ മണ്ണിട്ടതിനും പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് ഇവിടെ വരാതിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി കാട് പിടിച്ചു കിടന്ന സ്ഥലമാണ് സ്റ്റേഡിയത്തിനായി കൈമാറിയത്. സമീപ ഭൂമിയിലെല്ലാം സർക്കാരിൻ്റെതുൾപ്പെടെ കെട്ടിടങ്ങളുമുണ്ട്. കുട്ടികൾ കളിച്ചു വളരട്ടെ എന്ന ആഗ്രഹം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് ഉസ്മാൻ മദാരി പറയുന്നു. ഞാനൊരു വലിയ സാമ്പത്തികമുള്ള ആളായിട്ടൊന്നുമല്ല. നമുക്ക് നമ്മളുടെ നാട്ടിൽ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതെല്ലാവരും ഒരു സ്വപ്നമാണ്. നമുക്കൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ചതാണ്. അപ്പോൾ കുട്ടികൾ കളിക്കട്ടെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം ഞാൻ വിട്ടുകൊടുത്തിട്ടുള്ളത്. സംഭവത്തിൽ ജില്ലാ കലക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഉസ്മാൻ മദാരി. മാതൃഭൂമി ന്യൂസ്, വയനാട്.